إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون സ്നേഹധരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ചസൃഷ്ടാവും പരിപാലകനുമായ ഏകനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും യഥാവിധി സൂക്ഷിച്ചും പാലിച്ചും അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കണമേ എന്ന് ഏറെ ഗൗരവത്തോടുകൂടെ സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസികളായ ഏതൊരു മനുഷ്യനും ഏറെ ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് തിന്മയിലായിക്കൊണ്ട് മരണപ്പെടുക എന്നുള്ളത്. കഴിഞ്ഞയാഴ്ച നമ്മൾ സൂചിപ്പിക്കേണ്ടായി, ഈ ദുനിയാവിൽ നിന്നും ഏതൊരു മനുഷ്യനും വിട പറയുമ്പോൾ രണ്ടാലൊരു രൂപത്തിലായിരിക്കും വിട പറയുന്നത് എന്ന്. അക്കൂട്ടത്തിൽ ഏറെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു മരണമാണ് ദുർമരണം, അല്ലെങ്കിൽ മോശമായിരിക്കുന്ന ഒരു വിടപറച്ചിൽ എന്നുള്ളത്. പലപ്പോഴും പലരുടെയും മരണത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്താറുള്ളത്, ഏതെങ്കിലും അപകടങ്ങളിലൂടെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അത് പേമാരികൾ കൊണ്ടോ മണ്ണിടിച്ചിലുകൾ കൊണ്ടോ അല്ലെങ്കിൽ അഗ്നിബാധയേറ്റോ ആ രൂപത്തിലൊക്കെ മരണപ്പെടുമ്പം നമ്മളൊരു ദുർമരണമായി, മോശമായിരിക്കുന്ന മരണമായി പലപ്പോഴും അതിനെ നമ്മൾ വിലയിരുത്തും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മരണങ്ങളെ നമ്മൾ സത്യസന്ധമായി പഠിക്കാൻ തയ്യാറാകുമ്പോൾ മുഅ്മിനായിരിക്കുന്ന ഒരു മനുഷ്യന് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കാവുന്ന മരണങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മരണങ്ങളാണ് ഇത്തരം മരണങ്ങൾ എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു വിശ്വാസി എപ്പോഴും ഭയപ്പെടേണ്ടത് ഏറ്റവും മോശമായിരിക്കുന്ന ഒരു വിടപറച്ചിൽ ദുനിയാവിൽ നിന്നും ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കാലം സൽക്കർമ്മങ്ങൾ ചെയ്ത് നിസ്കാരവും നോമ്പും ദിക്റും ദുആകളും സ്വതക്കാത്തുകളുമായി കഴിച്ചുകൂട്ടിയ വ്യക്തിയാണെങ്കിൽ കൂടെ അവന്റെ അവസാനത്തെ നാളുകൾ
ഏറ്റവും മോശപ്പെട്ട ദിവസങ്ങളായി മാറുകയാണെങ്കിൽ തീർച്ചയായും അതാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന ഫീമാ യബ്ദുന്നാസ്. ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു മനുഷ്യൻ സ്വർഗത്തിൻ്റെതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്നവനായിരിക്കും. വഹുവ മിൻ അഹ്ലിന്നാർ, പക്ഷേ യഥാർത്ഥത്തിൽ അവൻ നരകത്തിന്റെ അവകാശിയായിരിക്കുമെന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിന്നാർ ഫീമാ യബ്ദുന്നാസ്. ജനങ്ങളുടെ കാഴ്ചയിൽ നരകവാസികളുടെ പ്രവർത്തനം ചെയ്ത ഒരു മനുഷ്യൻ വഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിന്റെ അവകാശിയായി മാറുകയും ചെയ്യുമെന്നാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഏതെങ്കിലും ഒരു കാലത്ത് സജീവമായി സൽക്കർമ്മങ്ങളിൽ മുഴുകുന്നു എന്നതുകൊണ്ട് അവന്റെ മരണം സുന്ദരമാകും, അല്ലെങ്കിൽ അവന് വിജയിക്കാൻ കഴിയുമെന്ന് ധരിക്കേണ്ടതില്ല എന്നാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാലയളവിൽ മോശപ്പെട്ടവനായി ജീവിച്ചൊരു വ്യക്തിയാണെങ്കിൽ അയാൾ നരകത്തിന്റെ ആളുകളായി മുദ്രകുത്താനും പോവേണ്ടതില്ല. പകരം അയാൾക്ക് വിട പറയുന്നതിന് മുമ്പ് തൗബയും ഇസ്തിഗ്ഫാറുകളും ഒക്കെയായി സ്വർഗത്തിന്റെ അവകാശിയായി മാറുവാനും സാധിക്കുമെന്നാണ്. ആകത്തുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നമൽ അഅമാലു ബിൽ ഖവാതിം. ഏതൊരു പ്രവർത്തനങ്ങളുടെയും വിധി നിശ്ചയിക്കപ്പെടുന്നത് അതിന്റെ അവസാനം നോക്കിയിട്ടാണ് എന്നാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സജീവമായി ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങളുമായി മുഴുകുന്ന പലരും ജീവിതത്തിൽ വരുന്ന പരാജയങ്ങളോ പരീക്ഷണങ്ങളോ അവനെ തളർത്തിക്കളയുകയും നിരാശയോടുകൂടെ ദീനീ രംഗത്തും വിട്ടുനിൽക്കുകയും അവസാനം ഒന്നുമല്ലാത്തവരായി ദുനിയാവിൽ നിന്നും വിട പറയുകയും ചെയ്യുന്ന ഒരു ദുർഗതി പലപ്പോഴും വരാനുണ്ട് എന്നാണ്. പ്രിയമുള്ളവരെ, ഏറെ ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യമാണിത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പരിഗണിക്കുന്നത് ഈ ദുനിയാവിൽ നിന്നും വിട പറയുമ്പോഴുള്ള അവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാണ്. വിട പറയുന്ന വേളയിൽ അവന്റെ ഈമാൻ എങ്ങനെയാണ്, അവന്റെ ഇഖ്ലാസ് എങ്ങനെയാണ്, സൽപ്രവർത്തനങ്ങളുമായി എത്ര കണ്ട് അവൻ ബന്ധപ്പെടുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്നർത്ഥം. ചിലരങ്ങനെയാണ്, അവസാനത്തെ നിമിഷത്തിൽ മാത്രം ഹിദായത്തിന്റെ വഴിയിലേക്ക് കടന്നു വരികയും യഥാർത്ഥ വിശ്വാസിയായി കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്ത് അങ്ങനെ സ്വർഗം നേടിയെടുക്കുന്ന ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് സഹാബത്തിനോട് പറഞ്ഞിരിക്കുന്നത്, അമില ഖലീല നാല കസീറ, വളരെ കുറച്ചു മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ, പക്ഷേ പരലോകത്ത് വലിയ പ്രതിഫലം അദ്ദേഹം നേടിയെടുത്തു എന്നാണ്. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു വക്ത് പോലും നിസ്കരിക്കാൻ അവസരം ലഭിക്കാതെ ദീനിലേക്ക് വന്നതിനു ശേഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെട്ട് മരണം വരിച്ച് സ്വർഗത്തിന്റെ അവകാശിയായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്ന സഹാബിമാരുണ്ട്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ മുഴുവൻ സമയവും അവിശ്വാസത്തിലും അധർമ്മത്തിലും കഴിച്ചുകൂട്ടി അവസാനം ആത്മാർത്ഥമായും റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി യഥാർത്ഥ ഇഖ്ലാസോടുകൂടെ വിശ്വാസം സ്വീകരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ വളരെ നിസാരം എന്ന് കരുതപ്പെടുന്ന അമലുകൾ ചെയ്തുകൊണ്ട് പരലോകത്ത് ഉന്നതമായിരിക്കുന്ന വിജയം നേടിയെടുത്ത മനുഷ്യന്മാര്. ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോടൊപ്പം അങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്ത് യഹൂദിയായിരിക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കാണാനിടയായി. മരണാസന്നയായി കിടക്കുന്ന തന്റെ മകന്റെ മുന്നിൽ അദ്ദേഹത്തിന് അടുക്കൽ വെച്ചുകൊണ്ട് അവരുടെ വേദഗ്രന്ഥമാകുന്ന തോറ വായിച്ചു കേൾപ്പിച്ചു കൊടുക്കുകയാണ്. മരണവെപ്രാളത്തിൽ കിടക്കുന്ന തന്റെ മകന് നല്ലൊരാശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ യഹൂദിയായിരിക്കുന്ന മനുഷ്യൻ തോറാത്ത് ഇങ്ങനെ വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പിതാവായിരിക്കുന്ന യഹൂദിയോട് ചോദിക്കേണ്ടായി, നിങ്ങളുടെ തൗറാത്തിൽ എന്നെക്കുറിച്ചും എന്റെ വർണ്ണനയെക്കുറിച്ചും എന്റെ വരമനെക്കുറിച്ചും പറഞ്ഞിട്ടില്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആ യഹൂദി കടവ് പറഞ്ഞു, ഇല്ല, താങ്കളെക്കുറിച്ച് ഞങ്ങളുടെ തൗറാത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. മരണത്തോട് വല്ലിട്ട് കിടക്കുന്ന ആ മകൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ചോദ്യം കേട്ട മാത്രയിൽ പ്രതികരിക്കുകയാണ്. അതേ, താങ്കളെക്കുറിച്ച് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ വിശേഷം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും താങ്കൾ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നും അള്ളാഹു അല്ലാതെ ആരാധനക്കാരനായി മറ്റാരുമില്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനം അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് അദ്ദേഹം പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, ഈ യഹൂദിയെ മാറ്റുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് അദ്ദേഹത്തിനെ കഫൻ ചെയ്ത്
നിസ്കരിക്കാൻ വേണ്ടി സഹാബത്തോടൊപ്പം നിന്ന് കബറടക്കുകയും ചെയ്തൊരു സുന്ദരമായിരിക്കുന്ന ഒരവസരം നമുക്ക് കാണാൻ കഴിയും. അവസാന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും തൗഹീദിനെ മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുകയും ചെയ്തു എന്ന നന്മയല്ലാതെ മറ്റൊന്നും പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹം വിജയിയായി മാറിയിരിക്കുകയാണ്. അതേ അവസരത്തിൽ മറ്റൊരു ചരിത്ര സംഭവം നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടുമൊപ്പം വിശ്വാസികളായിരിക്കുന്ന ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് അവിശ്വാസികൾക്കെതിരെ ധർമ്മസമരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കഠിനമായിരിക്കുന്ന ജിഹാദിൽ ഏർപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹു മിൻ അഹ്ലി നാർ, അയാൾ നരകത്തിന്റെ ആളാണ് എന്ന്. സഹാബത്ത് ആശ്ചര്യത്തോടുകൂടെ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ആ മനുഷ്യരെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? അദ്ദേഹം നരകത്തിന്റെ ആളാണ് എന്ന്. പക്ഷേ ഇന്നത്തെ ദിവസം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വേണ്ടി എത്ര കണ്ട് ജിഹാദിലേർപ്പെട്ട മനുഷ്യനാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ദിവസമായിരുന്നു. അവിശ്വാസികൾക്കെതിരെ അത്രയും ശക്തമായിരിക്കുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹം പോരടിച്ചത്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ആ പ്രവാചകൻ പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലിൻ നാർ, നരകത്തിന്റെ ആളാണ് അദ്ദേഹം. വിശ്വാസികൾക്കിടയിൽ, സഹാബത്തിനിടയിൽ സംശയമുള്ള പ്രവാചകൻ പറഞ്ഞത് എങ്ങനെ ശരിയാകുമെന്ന് ഒരല്പസമയത്തേക്ക് സംശയിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു. അവർ പിറ്റേ ദിവസം ഈ മനുഷ്യനെ പിന്തുടരുകയാണ്. ആ മനുഷ്യൻ ആത്മാർത്ഥമായ വിശ്വാസം സ്വീകരിച്ച്, അതുപോലെ തന്നെ സ്വന്തം മരണത്തെ പോലും മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസികളോടൊപ്പം ചേർന്ന് ജിഹാദ് ഏർപ്പെട്ട മനുഷ്യനാണ്. പിറ്റേ ദിവസം യുദ്ധക്കളത്തിലേക്ക് വീണ്ടും ഇറങ്ങുന്നു. അദ്ദേഹത്തിന് ശത്രുക്കളിൽ നിന്നും വെട്ടേൽക്കുന്നു. ആ മുറിവിന്റെ ആഘാതം, അതിന്റെ വേദന കാരണത്താൽ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം അവസാനം അദ്ദേഹത്തിന്റെ ആയുധം നേരെ വെച്ച്, വാള് നേരെ വെച്ച് അതിലേക്ക് കമിഴ്ന്നടിച്ച് ആത്മഹത്യ ചെയ്യുന്ന സമയമുണ്ടായി. ഓടി വന്ന് ഈ സഹാബത്ത് പറയുന്നുണ്ട്, അശ്ഹദു അന്നക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവിടെ നിങ്ങൾ വിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജിഹാദിൽ വരെ, യുദ്ധത്തിൽ വരെ പങ്കാളിയായിരിക്കുന്ന മനുഷ്യൻ അവസാനം ആത്മഹത്യയിലൂടെ അദ്ദേഹം നരകത്തിന്റെ ആളായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ഭയപ്പെടേണ്ടത് അങ്ങനെയാണ്. ജന്മനാ വിശ്വാസം സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് മഹാഭൂരിപക്ഷം വരുന്ന നമ്മളൊക്കെ. ഒരുപാട് നിസ്കാരങ്ങളും നോമ്പുകളും ദിക്റുകളും ദുആകളുമായി കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. പരലോകത്തെക്കുറിച്ച് പ്രതീക്ഷയോടുകൂടെ നാളെ പരലോകത്ത് സ്വർഗം കിട്ടുമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് മുൻഗാമികളായിരിക്കുന്ന ആളുകൾ പ്രവാചകന്മാര് വരെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായും മുസ്ലിമായി മരിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള കാരണമെന്നാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, തവഫനി മുസ്ലിമ വൽഹിഖ്നി ബിസ്സാലിഹീൻ, അള്ളാഹുവെ, യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് നീ എന്നെ മരിപ്പിക്കണമേ, നാളെ പരലോകത്ത് പുണ്യവാന്മാരായിരിക്കുന്ന ആളുകളോടൊപ്പം എന്നെ നീ ചേർക്കണമേ എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും പ്രാർത്ഥിക്കുകയാണ്. ഫിറഔനിന്റെ മരണക്കാരായിരിക്കുന്ന ആളുകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വാസം അർപ്പിച്ചതിനു ശേഷം ഫിറഔനിന്റെ ഭീഷണിക്ക് മുന്നിൽ പതറാതെ നിന്ന സമയത്തും അവരും പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബന അഫ്രി അലൈനാ സ്വബ്റ വതവഫനാ മുസ്ലിമീൻ, അല്ലാഹുവേ, പരീക്ഷണങ്ങളും അതുപോലെ തന്നെ പീഡനങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിഞ്ഞു തരണമേ, മുസ്ലിമായിക്കൊണ്ട് ഞങ്ങളെ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും, അഊദു ബില്ലാഹി മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, അല്ലാഹുവേ, ജീവിതത്തിനും മരണത്തിന്റെയും ഘട്ടത്തിലുള്ള ഫിത്നകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ്. അതേ പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ വേളയിൽ പോലും മനുഷ്യരുടെ വർഗശത്രുവായിരിക്കുന്ന പിശാച് ഇബ്ലീസ്, അവന്റെ അനുചരന്മാര് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഠിനമായിരിക്കുന്ന ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും അവസാന വട്ടം പോലും. ആ സമയത്ത് പതറാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഉറച്ച വിശ്വാസവും യഖീനും അതോടൊപ്പം അമൽ സ്വാലിഹാത്തുകൾ കൊണ്ടും മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് പ്രവാചകൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. ഇന്നല്ലദീന ഖാലൂ, നിശ്ചയമായും പറഞ്ഞൊരു ഭാഗം ആളുകൾ, റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അഥവാ എന്നെ സൃഷ്ടിച്ച് എന്നെ നിയന്ത്രിക്കുന്ന, എനിക്ക് അന്നം നൽകുന്ന, എന്റെ ആരാധനകളാണ് അർപ്പിക്കപ്പെടേണ്ടുന്ന സകലതിനെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ച മനുഷ്യൻ ഇല്ല. ثم استقاموا, ആ പ്രഖ്യാപിച്ച വിഷയത്തിൽ
ആ റബ്ബിന്റെ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉറച്ചു നിന്ന മനുഷ്യന്മാര്, അവരുടെ മരണത്തിന്റെ വേളയിലാണ് തതനസ്സലു അലൈഹിമുൽ മലായിക, റഹ്മത്തിന്റെ മലക്കുകളിൽ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ കടന്നു വരികയും എന്നിട്ട് പറയും അല്ലാ തഖാഫു വലാ തഹ്സനു, വരാനിരിക്കുന്ന ബർസഖിയായിരിക്കുന്ന ലോകത്തും മഹ്ശറയിലും അതിനുശേഷമുള്ള ലോകത്തെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾ വിശ്വാസിയായതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമുണ്ട്. വലാ തഹ്സനു, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന അബദ്ധങ്ങളെ കുറിച്ച് നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. കാരുണ്യവാനാണ് നിങ്ങളുടെ റബ്ബ്, ഗഫൂറാണ് നിങ്ങളുടെ റബ്ബ്. ആ റബ്ബ് നിങ്ങൾക്ക് പുറത്തു വരുമെന്നുള്ള ആ സന്തോഷ വാർത്തയോടുകൂടെ ആയിരിക്കും വിശ്വാസികൾ ഈ ദുനിയാവിൽ നിന്നും ഇവിടെ പറഞ്ഞു പോകുന്നത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, കേവലമാകുന്ന ആഗ്രഹങ്ങൾ കൊണ്ട് ഈ നല്ല രൂപത്തിലുള്ള മരണത്തെ കൈവരിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മരണത്തിന് വേണ്ടി ഒരുങ്ങണമെന്നാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 ദിവസം കൂടുമ്പോഴേയും ഒരു മനുഷ്യൻ അവന്റെ വസിയത്തുകൾ പുതുക്കിക്കൊണ്ടേയിരിക്കണമെന്നാണ്. തന്റെ മരണത്തിനു ശേഷം തന്റെ ഭാര്യയും അതുപോലെ തന്നെ മക്കളും തന്റെ കുടുംബക്കാരും എങ്ങനെ ജീവിക്കണം, എന്തായിരിക്കണം, എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് വസിയത്തുകൾ എഴുതി വെക്കണമെന്നാണ്. ഏതു സമയത്തും മരണം പിടികൂടും എന്ന നിശ്ചയം ഉണ്ടാകണമെന്നർത്ഥം. നമ്മളൊക്കെ റെഡിയായിട്ടുണ്ടോ? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുങ്ങേണ്ടതുണ്ട് എന്നാണ്. നിസ്സാരമായ ഒരു രോഗം പോലും അവനെ ബാധിക്കുമ്പോ തന്റെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത കാരണത്താൽ നിരന്തരമായി റബ്ബിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സൽക്കർമ്മങ്ങൾ മുഴുകാൻ വേണ്ടി അധികരിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. കഠിനമേറിയിരിക്കുന്ന ശക്തമായിരിക്കുന്ന രക്ഷയില്ല എന്ന് കരുതപ്പെടുന്ന രോഗത്തിന്റെ പിടിയിൽ അമർന്നാൽ പോലും അവസാന ഘട്ടം വരെയും പരലോകത്തെക്കുറിച്ചോ റബ്ബിനെ കുറിച്ചോ ഉള്ളൊരു ബോധ്യം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ മരണത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങുക, തയ്യാറെടുപ്പുകൾ നടത്തുക. ഇപ്പറഞ്ഞതുപോലെ നമ്മുടെ നല്ല മരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവസാനം നന്നാക്കണമെന്നുണ്ടെങ്കിൽ അവസാന സമയത്ത് പരിശ്രമിച്ചത് കൊണ്ടായില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച വിശ്വാസിയായ ഒരു മനുഷ്യനെ പിടികൂടാനിരിക്കുന്ന നല്ല മരണത്തിന്റെ ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ ആ സമയത്ത് വരുത്താനുള്ളതല്ല. നേരെ മറിച്ച് ജീവിതത്തിൽ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോ തീർച്ചയായും ആ ഒരു അവസരം നമുക്ക് കിട്ടുമെന്നാണ്. ആമുഖമായി ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചിരിക്കുന്ന ഹദീസിൽ പറഞ്ഞ സംഗതി, ഒരുപക്ഷെ മറ്റുള്ളവരുടെ കാഴ്ചയിൽ ഒരുപാട് കാലത്തോളം ദീനി പ്രവർത്തനവുമായി നടന്ന മനുഷ്യന്മാരായിരിക്കാം, 5 നേരം ജമാഅത്തിൽ പങ്കെടുത്ത മനുഷ്യന്മാരായിരിക്കാം, എല്ലാ ഭക്തനും പള്ളിയിൽ കാണുന്ന മനുഷ്യന്മാര്. അവരെ കുറിച്ച് പലപ്പോഴും നമ്മൾ വിലയിരുത്തും. അയാൾ തീർച്ചയായും ഏറ്റവും നല്ല മനുഷ്യൻ, ഈ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യൻ അയാളാണ്, അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ് എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ കേവലം ആളുകളെ കാണിക്കാൻ വേണ്ടിയോ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയോ ആണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതുണ്ടാവുക. പക്ഷേ അത്തരം ആളുകളാണ് മരണത്തിന്റെ സമയത്ത് അയാളുടെ ഉള്ളുകളികൾ പുറത്തു വന്ന് അവസാനം ചെറിയൊരു രോഗം ബാധിക്കുമ്പോഴേക്കും കണിശമായിരിക്കുന്ന രൂപത്തിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇടപെട്ടിരുന്ന മനുഷ്യൻ ഹോസ്പിറ്റലിലാകുമ്പോൾ പിന്നീട് നിസ്കരിക്കാൻ തോന്നുന്നില്ല, ആര് പറഞ്ഞാലും നിസ്കരിക്കാൻ കൂട്ടാക്കുന്നില്ല, നിസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യം. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അവിടെയാണ് വിശ്വാസികളായിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം ശരിയായതാണെങ്കിൽ, അവൻ ഇഖ്ലാസോടുകൂടെയാണ് ജീവിച്ചതെങ്കിൽ മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും നിർബന്ധമായിരിക്കുന്ന ഇബാദത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവന്റെ മനസ്സ് ഒരുങ്ങയില്ല എന്നാണ്. നമുക്കറിയാലോ മഹാനായ ഉമർ റളിയല്ലാഹു തആലയുടെ മരണത്തെക്കുറിച്ചൊക്കെ. സുബഹി നിസ്കാരത്തിന്റെ വേളയിൽ കുത്തേറ്റുകൊണ്ടാണ് അദ്ദേഹം വീഴുന്നത്. ബോധരഹിതനായി വീണ അദ്ദേഹത്തെ സഹാബാക്കൾ അദ്ദേഹത്തിന്റെ ആത്മാവ് പോയിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി സഹാബത്ത് പറഞ്ഞിരിക്കുന്നത് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു നോക്കുന്നാണ്. അയാൾ ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ അസ്സലാ, അമീറുൽ മുഅ്മിനീൻ നിസ്കാരം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ബോധം നോക്കണം നിങ്ങൾ, അത്ര ഈമാൻ, അതാണ് ഈമാന്റെ ശക്തി എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് പോലും അദ്ദേഹം ഉണരുകയും നിസ്കാരം ജനങ്ങൾ നിസ്കരിച്ചോ, നാം നിസ്കരിച്ച് പാതി വഴിയിലിട്ടിരിക്കുന്ന നിസ്കാരം പൂർത്തിയാക്കിയോ എന്ന് അന്വേഷിക്കുന്നു. രക്തമൊഴുകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നിസ്കാരം അദ്ദേഹം പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പനി പിടിച്ച് ഹോസ്പിറ്റലിലായി കഴിഞ്ഞാൽ പിന്നീട് വാപ്പാക്ക് നിസ്കാരം വേണ്ട. നിസ്കരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു മകൻ വാപ്പാനെ നിർബന്ധിക്കുകയാണെങ്കിൽ ആ മറ്റു മക്കൾ പറയും, അതിനെതിരിക്കും അല്ലേ. ഈമാൻ നഷ്ടപ്പെട്ടു പോകും, നമ്മൾ പിടിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വെന്റിലേറ്ററുകളിലേക്ക് തള്ളിയിട്ട് അല്ലെ മക്കളുടെ ദൗത്യം അവിടെ പണം ചെലവാക്കിയാൽ കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് അതിലേക്ക് തള്ളിവിടുമ്പം എന്തു സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് അറിയില്ല. അനിവാര്യ ഘട്ടങ്ങളിലൊക്കെ ആവശ്യമായിട്ട് വരും, അത് ശരിയെന്നാണ്, ഒരിക്കലും എതിർക്കപ്പെടേണ്ട കാര്യമൊന്നുമല്ല. പക്ഷേ ഈ പറയപ്പെട്ടതുപോലെ
നിർബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പോലും അനുഷ്ഠിക്കാൻ കഴിയാതെ ഭാഗ്യം ലഭിക്കാതെ മരണപ്പെടുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അതുകൊണ്ട് നിരന്തരമായി സൽപ്രവർത്തനങ്ങൾ മുടിക്കൊണ്ടേയിരിക്കുക. നന്മകൾ ചെയ്യുന്നവനായി തന്നെ മരണപ്പെടാൻ ഒരാൾക്ക് സാധിക്കുകയാണെങ്കിൽ അത് നല്ല മരണത്തിന്റെ ചില ലക്ഷണങ്ങളാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നല്ല മരണത്തിന്റെ ചില ലക്ഷണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഷഹാദത്ത് ഉച്ചരിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ. ഷഹാദത്തുകൾ ഉച്ചരിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ. രണ്ടാമത്തെ അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ മുഅ്മിനു യമൂതു ബിഅർഖിൽ ജബീൻ, നെറ്റിത്തടത്തിൽ വിയർപ്പുള്ളവനായ നിലയിലായിരിക്കും മരണപ്പെടുക എന്നാണ്. ഉലമാക്കൾ പറഞ്ഞു, ഒന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ആ രൂപത്തിലുണ്ടാകാം. രണ്ടാമത്തൊരു വ്യാഖ്യാനം അല്ല, അതില്ലെങ്കിൽ പോലും സൽപ്രവർത്തനങ്ങൾ മുഴുകിയവനായ നിലയിൽ ദീനിനു വേണ്ടി, നന്മക്ക് വേണ്ടി, പരലോകത്ത് പുണ്യം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നതിനിടയിലാണ് മരണപ്പെടുന്നതെങ്കിൽ അതാണ് അവിടെയും ഉദ്ദേശിക്കപ്പെടുന്നത് എന്നും കാണാൻ കഴിയും. ഏതാണെങ്കിലും ശരി, സൽക്കർമ്മങ്ങളിൽ നിരതമായി നിൽക്കുന്ന സമയത്ത് മരണപ്പെടുകയാണെങ്കിൽ അത് നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളാണ്. മൂന്നാമത്തെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വിശ്വാസികളോടൊപ്പം നിന്നുകൊണ്ട് ഇസ്ലാമിക നേതൃത്വത്തിന്റെ കീഴെ യുദ്ധം ചെയ്യുന്ന വേളയിൽ ഷഹീദായി കഴിഞ്ഞാൽ അതും നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ നാലാമതായി മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, വെള്ളിയാഴ്ച രാവിനോ അല്ലെ വെള്ളിയാഴ്ച പകലോ മരണപ്പെടുകയാണെങ്കിൽ നല്ല മരണത്തിന്റെ ലക്ഷണമാണ് എന്നാണ്. അന്ന് മരണപ്പെട്ടാൽ അവരൊക്കെ സ്വർഗത്തിലാണെന്നല്ല. മുസ്ലിമായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിർബന്ധമായിരിക്കുന്ന കർമ്മങ്ങളിൽ വിട്ടുവീഴ്ച വരുത്താതെ ഹറാമുകളിൽ നിന്ന് മുട്ടുനിൽക്കുന്ന ഒരു മനുഷ്യന്റെ മരണം വെള്ളിയാഴ്ച രാവിനോ വെള്ളിയാഴ്ച പകലിലോ ആവുകയാണെങ്കിൽ അത് നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളാണ് എന്നാണ്. അതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഒന്ന് പ്ലേഗ് ബാധയേറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള പകർച്ചവ്യാധിയിലൂടെ മരണപ്പെടുകയാണെങ്കിൽ അത് ഷഹീദിന്റെ മരണമാണ്. വയറിന് രോഗം ബാധിച്ചുകൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ അതും ഷഹീദിന്റെ മരണമാണ്. മുങ്ങി മരണപ്പെടുകയാണെങ്കിൽ, വെള്ളത്തിൽ മുങ്ങി മരണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതും, കെട്ടിടം തകർന്നുകൊണ്ടുള്ള മരണമാണെങ്കിലും, പ്രസവത്തിന്റെ സമയത്ത് മരണപ്പെടുന്ന സഹോദരിമാരാണെങ്കിലും, തീപിടുത്തത്തിലുള്ള മരണപ്പെടുക എന്നുള്ളതാണെങ്കിലും, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളിലും നന്മയിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന വേളയിൽ മരണപ്പെടുക എന്നുള്ളതൊക്കെ നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഷഹാദത്തിനെ സാക്ഷാത്കരിക്കുന്ന രൂപത്തിലുള്ള അമലുകൾ ചെയ്തവന് മാത്രമേ മരണത്തിന്റെ വേളയിൽ കൂടെ നിൽക്കുന്ന മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ നമുക്ക് ഷഹാദത്തിന്റെ കലിമകൾ ഉച്ചരിച്ച് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തി തരുമ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. കാണാതെ എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം, അർത്ഥവും അറിയാം എന്നതുകൊണ്ട് സമാധാനിക്കാൻ കഴിയില്ല. അവിടെയാണ് പലപ്പോഴും നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ട, സഹാബത്തിനെ ഭയപ്പെടുത്തിയ ദുർമരണത്തിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ടത്. തിന്മയിലായിക്കൊണ്ടിരിക്കുക മരണപ്പെടുക എന്ന് പറഞ്ഞാൽ എത്ര ദൗർഭാഗ്യവാനാണ്. കള്ളു കുടിച്ചുകൊണ്ടിരിക്കെ, മദ്യലഹരിയിലായിരിക്കെ, ശരീരത്തിൽ മദ്യത്തിന്റെ അംശം, ലഹരിയുടെ അംശമുള്ളവരായ നിലയിൽ മരണപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു കാര്യമില്ല. പ്രവാചകൻ പറഞ്ഞു, മൻ മാത അലാ ഷൈഇൻ ബഅസഹു അല്ലാഹു അലൈഹി. ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്നും എങ്ങനെയാണോ മരണപ്പെടുന്നത് അവൻ അങ്ങനെ തന്നെയായിരിക്കും പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നാണ്. തമാശകളിലൂടെ, വിനോദങ്ങളിലൂടെ, മ്യൂസിക്കുകളുടേതായിരിക്കുന്ന രംഗത്ത്, റീൽസുകളിലൂടെയും മറ്റുമൊക്കെയായി കഴിച്ചുകൂട്ടുന്ന വേളയിൽ, അധാർമിക പ്രവർത്തനങ്ങൾ മുഴുകുന്ന സമയത്ത്, ഹലാലല്ലാത്ത മാർഗത്തിലൂടെ സമ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വേളയിൽ, ഹറാമല്ലാത്ത ബിസിനസ് സംരംഭങ്ങളിൽ ഇടപെട്ട മേഖലയിൽ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന വൃത്തികേടിന്റെയും അവിശ്വാസത്തിന്റെയും തിന്മയുടെയും ഒക്കെ ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നതെങ്കിൽ നഅൂദു ബില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നോക്കുന്ന മഹാഭൂരിപക്ഷം മരണങ്ങളും അങ്ങനെയാണ്. തിന്മയുടെ അകമ്പടിയോടുകൂടെ അതിലായിക്കൊണ്ടാണ് പലപ്പോഴും മരണപ്പെടുന്നത്. ജീവിതകാലത്ത് സൂക്ഷ്മതയോടുകൂടി ജീവിച്ചവനായിരിക്കാം, പക്ഷേ മരണത്തിന്റെ മുമ്പായി കൊണ്ട് ഹറാമുകൾ ചെയ്യാൻ, ഹറാമിലൂടെ ഇടപെടാനുള്ള അവസരങ്ങൾ പിശാച് ഒരുക്കി കൊടുക്കുമ്പം തീർച്ചയായും ആ രൂപത്തിലുള്ള ഒരു മരണം അവനെ പിടികൂടുകയാണെങ്കിൽ അതുവരെ അധ്വാനിച്ചിരിക്കുന്ന അവന്റെ സൽപ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊളിച്ചു കളയും. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അലി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള മരണങ്ങളിൽ നിന്നൊക്കെ ശരണം തേടുന്നത്, രക്ഷ ചോദിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ജീവിതം എങ്ങനെ അവസാനിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവസരം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഏതു സമയത്തും തൗബയിലായി അബദ്ധങ്ങൾ പിണയുന്നവനാണ്. മനുഷ്യനാണോ, തെറ്റുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആ തെറ്റുകളെക്കുറിച്ച് ബോധവാന്മാരായി നിരന്തരമായി അതാത് സമയത്തു തന്നെ ഇസ്തിഗ്ഫാറുകളും തൗബയും മുഴുകി ജീവിക്കാൻ സന്നദ്ധമാവുക. നിർബന്ധമായിരിക്കുന്ന ഒരൊറ്റ അമലുകളും വീഴ്ച വരുത്താതെ കണിശതയോടുകൂടെ ജീവിക്കാൻ തയ്യാറാവുക. വിശ്വാസത്തിൽ എവിടെയും പാഴ്ച പറ്റിയിട്ടില്ല എന്ന് നിരന്തരമായിരിക്കുന്ന പരിശോധനയിലൂടെ നമ്മൾ ഉറപ്പിക്കാൻ തയ്യാറാവുക. അതുപോലെ തന്നെ കേവലം ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കാതെ
അത് ഹലാലായ മാർഗത്തിലൂടെ ആക്കി മാറ്റുവാനും ആ വേളയിൽ ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന സമയത്ത് ദീൻ നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങള്, മാതാപിതാക്കൾ തുടങ്ങിയിരിക്കുന്ന ബന്ധം മുതൽ ഒരുപാട് കൂട്ടുകുടുംബത്തിന്റെ ബന്ധങ്ങളുണ്ട്, അയൽവാസി ബന്ധങ്ങളുണ്ട്, അത് സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഊട്ടിയുറപ്പിച്ചവരായ നിലയിലായിരിക്കാൻ മരണപ്പെടേണ്ടത്. പലപ്പോഴും മരണത്തിന്റെ വേളയിലാണ് ആളുകൾ പരസ്പരം നന്നാവുന്നത് കാണുന്നത്. വർഷങ്ങളോളം പിണങ്ങി നിൽക്കുന്ന മനുഷ്യന്മാര് മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ കേവലമായി കാണുന്നതിന് വേണ്ടി വരുന്നു എന്നാണ്. മരണപ്പെടുന്നതിന് മുമ്പേ വേണം പ്രിയപ്പെട്ടവരെ എല്ലാം നന്നാക്കാൻ. ഏതു സമയത്താണ് മരണം വരിക എന്നറിയാത്തത് കൊണ്ട് തന്നെ ഏതു സമയത്തും വരുമെന്ന ചിന്തയോടുകൂടെ ജീവിതത്തിൽ വരുന്ന പോരായ്മകൾ നികത്തി മരണത്തിനു വേണ്ടി തയ്യാറെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നുസല്ലി വനുസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ദുർമരണത്തിന്റെ ലക്ഷണങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഉലമാക്കൾ ഇങ്ങനെ വിശദീകരിക്കുന്ന കാണാൻ കഴിയും. ഒന്ന്, തിന്മയിലായിക്കൊണ്ട് തന്നെ മരണപ്പെടുക എന്നാണ്. നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. തിന്മ ചെയ്തുകൊണ്ടിരിക്കുക മരണപ്പെടുക. അത് പലിശക്കാരനായി, നമുക്കറിയാലോ, ഓരോന്ന് മരണപ്പെടുന്ന ആളുകളെ കുറിച്ചൊന്ന് ആലോചിച്ചു നിങ്ങൾ. ലോണില്ലാത്തവനായി മരണപ്പെടാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകൾ എത്ര ആളുണ്ട്? ഒക്കെ തീർക്കാം, അടച്ചു തീർക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. എപ്പോഴാണ് മരണപ്പെടുക? പലിശയുടേതായിരിക്കുന്ന ആ തിന്മ ശേഷിക്കേ മരണപ്പെടുന്നു. അത് തന്നെയാണ് ലഹരിയിലായിക്കൊണ്ട് മരണപ്പെടുന്നതിനേക്കാളും ഗൗരവമെന്ന് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അതുപോലെ തന്നെ റബ്ബിനെ കുറിച്ചുള്ള പ്രതീക്ഷയില്ലാതെ, അഥവാ അള്ളാഹു എന്താ എന്നെങ്ങനെ പരീക്ഷിക്കാൻ, എന്റെ കുടുംബത്തിനെ ഈ രൂപത്തിലൊക്കെ പരീക്ഷിക്കാൻ മാത്രം എന്തു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്താ അള്ളാഹു എന്റെ കച്ചവടം അല്ലെ എന്റെ കാര്യങ്ങളൊന്നും ശരിയാക്കി തരാത്ത തുടങ്ങിയിരിക്കുന്ന രൂപത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള ശരിയായിരിക്കുന്ന ചിന്തയില്ലാതെ മരണപ്പെടുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ലാ തമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ബില്ലാഹി ളൻ. അള്ളാഹിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടുകൂടെ അല്ലാതെ ഒരിക്കലും തന്നെ നിങ്ങൾ മരണപ്പെടരുത് എന്നാണ്. എന്റെ റബ്ബ് പുറത്തു തരുന്നവനാണ്, എന്റെ റബ്ബ് കാരുണ്യവാനാണ്, എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന സകലതും എനിക്ക് ഹൈറായിട്ട് തന്നെ ഭവിക്കും എന്ന രൂപത്തിലൊക്കെയുള്ള ചിന്ത ഉണ്ടാവണം ഒരു വിശ്വാസിക്ക് എന്നാണ്. അതുപോലെ തന്നെ കലിമത്ത് ഷഹാദത്ത് ഉച്ചരിക്കാൻ കഴിയാതെ മരിക്കുക, പാട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്ന സമയത്ത്, വിനോദത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ കളിയിലും തമാശയിലുമായിക്കായി മുടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ എത്രയോ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊക്കെ മോശക്കാരാന്നല്ല. ഒരാളുടെയും മരണത്തെക്കുറിച്ച്, വ്യക്തിയെക്കുറിച്ച് അയാൾ നരകത്തിന്റെ ആളാണ്, മോശം മരണമെന്ന് വിലയിരുത്തണ്ട. പക്ഷെ നമ്മുടെ മരണം അങ്ങനെയാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സൂക്ഷ്മത കാണിക്കാൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ ഭയപ്പാടുണ്ടാവുക എന്നാണ് ദുർമരണത്തിന്റെ ലക്ഷണങ്ങൾ. ഭയപ്പാടുണ്ടാകുക, വല്ലാത്ത വേജാറുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയണ്ടേ, ഇമൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഹു. ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നത് അവനെ കണ്ടുമുട്ടാൻ അള്ളാഹ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ സമയത്ത് മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവാചകന്റെ ഭാര്യമാരിൽപ്പെട്ട ഒരാൾ ചോദിക്കേണ്ടായി, ഇന്ന ലനഖറഹുൽ മൗത്ത്, ഞങ്ങളൊക്കെ മരണത്തെ പേടിക്കുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, അല്ലെങ്കിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. മരണത്തിന്റെ വേളയിൽ റഹ്മത്തിന്റെ മലക്കുകൾ വന്നുകൊണ്ട് പരലോകത്തിൽ കിട്ടാനിരിക്കുന്ന വരാനിരിക്കുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ചും സന്തോഷ വാർത്തയൊക്കെ അറിയിക്കുന്ന വേളയിൽ അത് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമുണ്ടാകുന്നുവെങ്കിൽ ആ കാര്യത്തെ അവർ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത് പോലെ മറ്റു ചില ആളുകളുടെ മരണത്തിന്റെ വേളയിൽ അദാബിന്റെ മലക്കുകൾ, ആ മലക്കുൽ മൗത്തിന്റെ കൂടെ വന്ന മലക്കുകൾ ഭയപ്പെടുത്തി പേടിപ്പിക്കുന്ന സമയത്ത് ബേജാറായി പോകുന്നു, മരണപ്പെടരുതേ എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ കാണാൻ അള്ളാഹ്ക്കും ഒരു താല്പര്യം ഉണ്ടാകൂല എന്നാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ മരണം മോശമാണോ എന്നറിയാനുള്ള മറ്റൊരു കാര്യമാണ് ജനങ്ങൾ അയാളുടെ കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നു എന്ന്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിരിക്കുമ്പോൾ ഒരു ജനാസ അങ്ങനെ പോകണ്ടായി. ആ സമയത്ത് ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം എത്ര നല്ല മനുഷ്യനാണ്, എന്തൊരു നല്ല മനുഷ്യനായിരുന്നു, എന്തൊരു ഉപകാരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. വജബത്ത്, ഈ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, വജബത്ത്, നിർബന്ധമായിരിക്കുന്നു എന്ന്. അല്പം ശേഷിച്ച സമയത്ത് വീണ്ടും ഒരു മയ്യത്ത് കൊണ്ടുപോയിണ്ടായി. ആ മയ്യത്തിനെ കുറിച്ച് ആളുകൾ പറഞ്ഞു, അയാൾ എത്ര ശല്യക്കാരനായിരുന്നു, എത്ര മോശമായിരുന്നു ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ വജബത്ത് എന്ന് പറയുകയുണ്ടായി. സാഹബത്ത് വെച്ച് പ്രവാചകൻ എന്താ രണ്ട് മയ്യത്തിനെ കുറിച്ചും വജബത്ത് എന്ന് പറഞ്ഞത്? അതേ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ ഒരു മനുഷ്യന്റെ മരണത്തിനു ശേഷം അയാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാണ് എന്നാണ്. പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ മരണത്തിന്റെ വേളയിൽ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ പലർക്കും ആശ്വാസമാവാതെ
നമ്മെക്കുറിച്ച് നല്ലത് പറയാൻ അതിനുവേണ്ടി അധ്വാനിക്കുന്നു വേണ്ട. യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവനെക്കുറിച്ച് നല്ലത് പറയുമെന്നാണ്. ഇതൊക്കെ നല്ല മരണത്തിന്റെയും ചീത്ത മരണത്തിന്റെയും ലക്ഷണങ്ങളായിട്ടൊക്കെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതുപോലെ രോഗിയായി കിടക്കുന്ന, മരണമാസനായി കിടക്കുന്ന ആളുകളൊക്കെ സന്ദർശിക്കുക, അയാൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക. ആ സമയത്തും ചില സുന്നത്തുകളുണ്ട്. അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തൽഖീൻ ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി, നിർബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഓർമ്മപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതിനിടയിൽ വല്ല പറയുന്നു, വീണ്ടും വല്ല സംസാരത്തിൽ ഏർപ്പെടുന്നു, വീണ്ടും ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ആ രൂപത്തിൽ തൽഖീൻ ചൊല്ലി കൊടുക്കാൻ വേണ്ടി പറഞ്ഞില്ല, ലാ ഇലാഹ ചൊല്ലി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മരണം പൂർത്തിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ണടക്കുക, കൈകൾ വികൃതമാകാതിരിക്കാൻ വേണ്ടി, കൈകാലുകളൊക്കെ വികൃതമാകാതിരിക്കാൻ വേണ്ടി നല്ല രൂപത്തിലൊക്കെ ആക്കി മാറ്റുക, വെള്ളത്തുണി കൊണ്ടും പുതക്കുക തുടങ്ങിയിരിക്കുന്ന ഒരുപാട് അതിൻ്റെതായിരിക്കുന്ന അഹ്കാമുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതാണ്. രോഗിയെ സന്ദർശിക്കുക എന്നുള്ളതും അതൊക്കെ നമ്മുടെ ഹൃദയത്തിന് ഒരു ലോലതയുണ്ടാക്കും. നമ്മുടെ മരണത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഓർപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, മരണം ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, ഏതു സമയത്തും കടന്നു വരാനിരിക്കുന്ന നിർബന്ധമായിട്ടുള്ള ഒരു അതിഥിയാണ്. അത് നമ്മൾ കീഴൊതുങ്ങിയേ മതിയാകും. ഈ ദുനിയാവിൽ നിന്നും നല്ല രൂപത്തിൽ പോകാൻ നമ്മളെ കൊണ്ട് കഴിയണം. അത് അള്ളാഹുവിന്റെ സഹായമില്ലാതെ നമുക്ക് കഴിയില്ല. ആ സഹായം കിട്ടണമെങ്കിലാകട്ടെ യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ച് നിർബന്ധമായിരിക്കുന്ന ഇബാദത്തുകളിൽ, കർമ്മങ്ങളിൽ സൂക്ഷ്മതയോടുകൂടെ അത് വിട്ടുവീഴ്ച ചെയ്യാത്ത രൂപത്തിൽ പ്രാവർത്തികമാക്കി ഹറാമുകളിൽ നിന്നും വിട്ടുനിന്ന് നിരന്തരമായി റബ്ബിലേക്ക് അടുക്കുവാനും ഇസ്തിഗ്ഫാറുകളും തൗബയുമായി അടുക്കുവാനും അള്ളാഹുവിന്റെ രക്ഷ ചോദിക്കുവാനും തയ്യാറാകുമ്പോൾ മാത്രം ലഭിക്കുന്ന കാര്യമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മരണം ഈ ദുനിയാവിൽ നിന്നും ഏറ്റവും നല്ല മരണത്തിന്റെ ആ ലക്ഷണത്തോടുകൂടെയും ശരിയായിരിക്കുന്ന വിശ്വാസിയുടെ മരണമായി അള്ളാഹു ആക്കി തരുമാറാവട്ടെ. നമ്മൾ ഇവിടെ പറഞ്ഞു പോയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും, സത്യവിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടാൻ അനുഭവിക്കുന്ന ആളുകളുണ്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് നൽകിയവരാണ്. അവരുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുകയും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആഫിയത്ത് നൽകി സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.